ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിപ്പുളിയാണ്. ഈ കറി ഞാൻ ഈ അടുത്തിടെയാണ് പരിചയപ്പെട്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് തയ്യാറാക്കി തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ കറി എന്തുകൊണ്ട് അറിഞ്ഞില്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ കുക്കറി ഷോ ഒക്കെ ചെയ്യുന്ന ആളായിട്ടും ഒത്തിരി പേരുമായിട്ടും ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളായിട്ട് പോലും എനിക്ക് ഫുഡീസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഈ ഒരു കറി ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ചോറിൻ്റെ കൂടെ ചെറിയ മധുരം ഇഷ്ടമുള്ളവർക്ക്, ഇപ്പം പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഒറ്റൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ആ ശർക്കര കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ കറി മൊത്തം കുളമാവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർക്കുക. എന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു മധുരം എങ്ങനെയാണ് അതിൻ്റെ ലെവൽ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോന്ന് നോക്കിയിട്ട് കുറേശ്ശെ ആയിട്ട് ശർക്കര ചേർത്താൽ മതി. ആ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാനുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളോട് അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഉള്ളിപ്പുളി തയ്യാറാക്കാം അല്ലേ. ചെറിയ ഉള്ളിയാണ് ഉള്ളിപ്പുളി കറിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കണക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി തൊണ്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുത്തത്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 10 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഏകദേശം ഒരു ചെറിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഈ ഉള്ളിപ്പുളിക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ ടേബിൾ സ്പൂൺ പിന്നെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കറക്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. അത് വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. വാളം പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട്, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. നേരത്തെ ഈ കറി നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ അത് ഇട്ട് വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ അലിയിച്ചെടുത്ത് പിന്നെ ഒരു അരിപ്പ വെച്ച് ഈ പുളി അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്തത്. പിന്നെ കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ 1 ഗ്ലാസ് പുളിവെള്ളവും 1 ഗ്ലാസ് സാദാ വെള്ളവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ശർക്കര നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം ചേർക്കാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രുചിച്ച് നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാകത്തിനുള്ള മധുരം ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് വേവിച്ചു. കുറച്ചൊന്ന് വെള്ളം വറ്റണം, അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ ഈ കറി ഇരിക്കുന്തോറുമാണ് രുചി കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചല്ലോ, ആ സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു ഫോർ വാച്ചിങ്.